ഇതെന്ത് ന്യായമാണെന്ന് സാധാരണ മനുഷ്യന്മാർക്ക് മനസ്സിലാകുന്നില്ല. പശ്ചാത്തപിച്ചു വരുന്ന കുറ്റവാളികളുടെ ഒരു സംഘത്തെ രാജ്യത്തെ ക്രമസമാധാനം പാലിക്കുന്നതിന് നിയോഗിച്ചാൽ എങ്ങനെ ഉണ്ടായിരിക്കും? കൊള്ളയും കൊള്ളിവെപ്പും കൊലപാതകവും കവർച്ചയൊക്കെ നടത്തി ജയിലിൽ പോയവരാ. അവരെല്ലാവരും മാനസാന്തരപ്പെട്ടു, പെട്ടെന്ന് മാറ്റങ്ങൾ ഉണ്ടായി. അപ്പൊ ഇനി അവരെ നമുക്ക് ക്രമസമാധാനത്തിന്റെ ചുമതല ഏൽപ്പിച്ചേക്കാമെന്ന് ആരെങ്കിലും കരുതുമോ, വിചാരിക്കുമോ? അതുപോലെ ഈ ബിന്ദു അമ്മണി മുതലായവരെ ഈ പമ്പാ സംഗമത്തിൽ പങ്കെടുപ്പിക്കണമെന്ന് അവർ ആഗ്രഹിച്ചിട്ടും അടുപ്പിച്ചില്ലല്ലോ എന്നുള്ളതാണ് മറ്റൊരു കാരണമായിട്ട് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. ശ്രീ സുകുമാരൻ നായരെ, സർക്കാർ അത് സമ്മതിക്കുമോ? സർക്കാർ എന്തിനു വേണ്ടിയാണ് നടത്തുന്നത്? നിങ്ങളടക്കമുള്ള സംഘടനകളുടെ കണ്ണിൽ പൊടിയിട്ട് ഹിന്ദു സമുദായത്തെ മുഴുവൻ തെറ്റിദ്ധരിപ്പിച്ച് കഴിഞ്ഞ 2 പാർലമെന്റ് തെരഞ്ഞെടുപ്പുകളിൽ നഷ്ടപ്പെട്ടു പോയ ഭൂരിപക്ഷ വോട്ടുകൾ തിരിച്ചു പിടിക്കാനുള്ള ശ്രമം, അതിനുവേണ്ടിയുള്ള അടവ് നടപ്പാക്കുമ്പോൾ, തന്ത്രം ആവിഷ്കരിച്ച് നടപ്പാക്കുമ്പോൾ അവര് ബിന്ദു അമ്മിണിയെ വിളിക്കുമോ? അതവരുടെ മാറ്റത്തിന്റെ ഒരു ഉദാഹരണമായിട്ട് കാണാൻ സാധിക്കും.